നമ്മുടെ രാജ്യത്തെ വോട്ടിംഗ് പ്രക്രിയ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ വലിയ കുറേയധികം ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആണ് രേഖാമൂലം തെളിവുകൾ പുറത്തുവിട്ടത്. അത് മഹാരാഷ്ട്ര നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ് അദ്ദേഹം ആ തെളിവുകൾ. അതായത് നവംബർ 15-ന് നേപ്പാളിൽ ഒരു യോഗം നടന്നു. അത് കുറേ രാജ്യവിരുദ്ധ, ഭാരതവിരുദ്ധ, ഇന്ത്യ വിരുദ്ധ സംഘടനകളുടെ യോഗമാണ് അവിടെ നടന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസ്സാണ്. കാരണം കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ പങ്കെടുത്ത പലരും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 48 നിരോധിത സംഘടനകൾ, ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്ന 48 സംഘടനകളുടെ പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. വലിയ തോതിൽ പണം ഒഴുക്കി ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എതിരെ പ്രചാരണം നടത്താനും നമ്മുടെ വോട്ടിംഗ് പ്രക്രിയ അട്ടിമറിക്കാനും വേണ്ടിയിട്ട് വലിയ തോതിൽ ഫണ്ട് ഒഴുക്കിയ ഫണ്ടിൻ്റെ കണക്കല്ല അദ്ദേഹം പറയുന്നുണ്ട്. അതായത് EVMനെതിരെ സമരം ശക്തമാക്കണം, ഏറ്റവും താഴെ തട്ടിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കണം, സംശയങ്ങൾ ഉണ്ടാക്കണം, ജനങ്ങൾ EVMനെതിരെ രംഗത്ത് വരണം. ഇതൊക്കെയാണ് അവിടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ. ഇത് പതിവുപോലെ ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം പങ്കെടുത്ത ചിലരുമൊക്കെ അവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം എന്തായാലും മഹാരാഷ്ട്ര നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുന്ന ഒരു രേഖയിൽ തീർച്ചയായിട്ടും തെളിവുകൾ ഉണ്ടാവും. ഇല്ലാതെ വെറുതെ കാടടച്ച് വെടിവെക്കാൻ മാത്രം മണ്ടനല്ല ദേവേന്ദ്ര ഫട്നാവിസ്. അദ്ദേഹം പറയുന്നു, ഇത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ഇവർ വലിയ തോതിൽ ശ്രമിച്ചു, അതിൻ്റെയും തെളിവുകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, അത് ഉൾപ്പെടെയാണ് ഞാൻ സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞാണ് മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ വോട്ട് ജിഹാദ് എന്നൊരു പ്രക്രിയ അദ്ദേഹം പറയുന്നുണ്ട്. മുസ്ലിങ്ങളെ വ്യാപകമായിട്ട് സംഘടിപ്പിച്ചിട്ട് അവരുടെ വോട്ട്, അവരുടെ എന്താ പറയുക, ഒരു സാമുദായികമായ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ച് ആ വോട്ട് BJPക്കെതിരായിട്ട് ചെയ്യിക്കുക. BJPക്ക് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ വോട്ടും തടസ്സപ്പെടുത്തുക, അതിനെ അവിടുന്ന് വഴിമാറ്റി പ്രതിപക്ഷ കക്ഷികളിലേക്ക് മാറ്റുക. ആരാണോ അവിടെ മത്സരിക്കുന്നത് ആ സ്ഥാനാർത്ഥിക്ക് മാറ്റുക. അത് വോട്ട് ജിഹാദ് എന്ന് പറഞ്ഞ് അതിന് 114 കോടി രൂപ ഫണ്ട് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ആരോപണമാണ്. അത് മാലേഗാവുള്ള യുവാക്കളുടെ, ചില യുവാക്കളുടെ അക്കൗണ്ടിലേക്കാണ് ആ പണം വന്നിരിക്കുന്നത്. ആ പണം അതിൻ്റെ രേഖാമൂലമുള്ള തെളിവുകൾ സഹിതമാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഇനി 180 സംഘടനകൾ അവിടെ പങ്കെടുത്തു. കൂടാതെ ഈ 48 നിരോധിത സംഘടനകളും അതിലുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഈ 114 കോടി രൂപ ഈ അക്കൗണ്ടിലേക്ക് വന്നതിനെക്കുറിച്ച് മഹാരാഷ്ട്ര ATS അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് കുറേ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, കുറേ വിവരങ്ങളും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ നിയമസഭയുടെ മേശപ്പുറത്ത് ഈ രേഖകൾ വെച്ചത്. എന്തായാലും ഇപ്പോൾ അത് പുറത്തു വരുന്ന ചില വിവരങ്ങൾ അറിയാമല്ലോ. നമ്മൾ ജോർജ് സോറോസ്, ഈ അമേരിക്കൻ ഒരു എന്താ പറയുന്നത്, അങ്ങനെയല്ലേ പറയുക, ഡീപ് സ്റ്റേറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അവരുടെ ഇടപെടൽ ഇതിനകത്തുണ്ടായിട്ടുണ്ട് എന്ന് പതിവ് പോലെ ഇക്കുറിയും അങ്ങനെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നിരിക്കുകയാണ്. എന്തായാലും ഫട്നാവിസ്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നില്ലേ? വെറുതെ ഒരു മുഖ്യമന്ത്രി എങ്ങനെ പറയുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും അത്തരം രീതിയിൽ നേരത്തെയും പല വിധത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായി. അതായത് ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ അതിനെ വലിയ രീതിയിലുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പമ്പ് ചെയ്തുകൊണ്ട് എങ്ങനെ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുഴുവൻ പറിച്ചു മാറ്റാം തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങൾ നിഗൂഢ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് പല ആളുകളും, ജോർജ് സോറോസിനെ പോലുള്ളവരൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം വന്നിട്ടുണ്ട്. അപ്പം കൃത്യമായിട്ടും ഇതിൻ്റെ പിന്നിലൊരു ഇസ്ലാമിക് അജണ്ട, അതായത് വലിയ ബിസിനസ് കോൺഗ്ലോമറേറ്റുകളും ബിസിനസ് ടൈക്കൂണുകളൊക്കെ ഇന്ത്യയെ എങ്ങനെയെങ്കിലും അവർക്ക് ശിഥിലമാക്കണം, നരേന്ദ്രമോദി സർക്കാരിനെ തകർക്കണം. ഈ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ദുരൂഹമാണ്. പല സംഘടനകളുടെയും തൊട്ടയൽപക്കത്താണ് അവർ യോഗം ചേർന്നത് നേപ്പാൾ. ഇപ്പോൾ അറിയാമല്ലോ നമുക്ക്, ഒരു ഇന്ത്യ വിരുദ്ധ ചേരിയുടെ കൂടെ നിൽക്കുന്ന തരത്തിലാണ് നേപ്പാൾ. ഇപ്പം ശ്രീലങ്കയിലൊക്കെ ഭരണമാറ്റം നടന്നു, പക്ഷെ അവർ ഇന്ത്യയുമായിട്ട് വളരെ സഹകരിച്ച് നിൽക്കുകയാണ്. അതേസമയം ബംഗ്ലാദേശിലെ ഭരണമാറ്റം കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം, നേപ്പാളിൽ എന്താണ് സംഭവിച്ചതെന്നറിയാം, പാകിസ്ഥാനിൽ വളരെ പണ്ട് തൊട്ടേ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം.
അപ്പോൾ ഇവരെല്ലാം വാസ്തവത്തിൽ ഇന്ത്യയുടെ ചുറ്റുമുള്ള മാലിദ്വീപിൽ ഇതുപോലെ ഇടക്കാലത്ത് നമ്മളോടൊന്ന് പിണങ്ങി, പക്ഷെ അവർ വീണ്ടും തിരിച്ചു വന്നു. അവർക്ക് മനസ്സിലായി അപകടം എവിടെയാണ്, നമുക്ക് ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കി അവർ തിരിച്ചു വന്നു. അവരിപ്പോൾ നമ്മളുമായിട്ട് നല്ല ബന്ധത്തിലാണ്. ശ്രീലങ്ക വളരെ നല്ല ബന്ധത്തിലാണ്. അവിടേക്ക് അടിയന്തരമായിട്ട് വലിയൊരു തുക കൊടുത്ത് സഹായിക്കുകയൊക്കെ ചെയ്തു ഇന്ത്യ ഗവൺമെൻറ്. പക്ഷേ ബംഗ്ലാദേശ് നല്ല ബന്ധമായിരുന്നു. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി അവിടെ പട്ടാള അട്ടിമറിയിലൂടെ ഭരണം പിടിച്ച ജമാഅത്ത് ഇസ്ലാമിക്കാർ വലിയ തോതിൽ അവിടെ ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തുകയാണ്. അപ്പോൾ അതിന് ചൂട്ടുപിടിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുകയാണ് ഈ നേപ്പാളിലാണ് ഈ യോഗം നടന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? ഈ EVM അടക്കമുള്ള കാര്യങ്ങൾ ഈ വിഷയം നിരന്തരമായിട്ട് ഉന്നയിച്ചുകൊണ്ട് ആ ഒരു ബുദ്ധി അത് പ്രവർത്തിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് അന്യരാജ്യങ്ങളിൽ നിന്നുകൊണ്ടാണ്. നിരന്തരമായിട്ട് EVM-നെ കുറ്റപ്പെടുത്തും. നമുക്കറിയാം, ഈ ഒമർ അബ്ദുള്ളയെ പോലുള്ള ആളുകൾ പോലും ഇതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞു, തോൽക്കാനുള്ള കാരണം EVM ഒന്നും അല്ല സുഹൃത്തുക്കളെ, അത് നിരന്തരമായിട്ട് നിങ്ങൾ തോൽക്കുമ്പം EVM-നെ കുറ്റപ്പെടുത്തി ജയിക്കുമ്പോൾ അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ്. ആ ഇരട്ടത്താപ്പ് ശരിയല്ല എന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞു. ശരിയാണ്. മറ്റെന്തെങ്കിലും വിവരം ഈ കാര്യത്തിലുണ്ടോ? ഇതിലിപ്പം നമ്മുടെ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ ജോർജ് സോറോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ BJP-യുടെ ഭാഗത്ത് എങ്ങനെയാണ് ഉയർത്തിയിരുന്നു, അതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ. അതെ, സോണിയയ്ക്ക് അതല്ലേ ഉദ്ദേശിച്ചത്. സോണിയയ്ക്ക് ഇവരുമായിട്ട് ജോർജ് സോറോസുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ അതിന്റെ പേരിൽ വലിയ ശബ്ദ കോലാഹലങ്ങൾ ഉയർന്നു. ഇനി അതുപോലെ മറ്റൊരു കാര്യം, ഈ ഇവർ പറയുന്നത്, ഫട്നാവിസ് പറയുന്നത്, ഈ ഡിജിറ്റൽ പ്രചാരണം, ഈ EVM-നെതിരായിട്ട് ലഘുലേഖകൾ, ബുക്കുകൾ, സെമിനാറുകൾ ഇതെല്ലാം കണ്ടക്ട് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ ഫണ്ട് ഉപയോഗിച്ച്, ഇവിടെ വന്ന ഫണ്ട് ഉപയോഗിച്ച്. പിന്നെ ഇപ്പോൾ ഈ മലേഗാവിൽ വന്നിരിക്കുന്ന 114 കോടി രൂപ വളരെ കൃത്യമായിട്ട് മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കാതെ അത് ഏകീകരിക്കപ്പെട്ടുകൊണ്ട് BJP-ക്കെതിരെ പോൾ ചെയ്യപ്പെടണം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചു എന്നാണ് അദ്ദേഹം ഇപ്പോഴും ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം, പ്രധാന ആരോപണം. എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഈ നേപ്പാളിൽ കാഠ്മണ്ഡുവിലാണ് ഈ യോഗം നടന്നത് കേട്ടോ. നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലാണ് നവംബർ 15-ന് ഈ യോഗം നടന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇതിപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ NIA ഒക്കെ അന്വേഷണത്തിലേക്ക് വരും എന്ന് തോന്നുന്നു. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് അന്വേഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഈ മഹാരാഷ്ട്ര മലേഗാവ് പണ്ട് തന്നെ വലിയ തോതിൽ പല സ്ഫോടനങ്ങളും ഒക്കെ നടന്നതായിട്ട് പല രീതിയിലുള്ള ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്ന സ്ഥലമാണ്. ഭാവിയിൽ ഇന്ത്യക്കെതിരെ വരാൻ പോകുന്ന വലിയ നീക്കം ബംഗ്ലാദേശിൽ നിന്നാണ്. കാരണം ബംഗ്ലാദേശിൽ നിന്ന് ഉയരുന്ന ശബ്ദം മുഴുവൻ പാകിസ്ഥാന്റെ ശബ്ദമാണ്. തീർച്ചയായും പാകിസ്ഥാനാണ് അതിന്റെ പിന്നിൽ. അതെ, രണ്ട് വശത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശിലൂടെ ശ്രമങ്ങൾ നിരന്തരം ഇനി നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മളെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ വ്യാജ നാടക സമരങ്ങൾ നടക്കുന്നുണ്ട്. അംബേദ്കറിനെ എന്തോ അമിത്ഷാ എന്തോ വലിയ കുറ്റം പറഞ്ഞു. അമിത്ഷാ ഒരു ചുക്കും പറഞ്ഞിട്ടില്ല. അത് വെറും എന്താ പറഞ്ഞ വ്യാജമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ദീർഘമായിട്ടുള്ള ഒരു സംഭാഷണത്തെ മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ മാത്രമേ ഒന്നിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവുള്ളൂ. അതിൽ ഒരു വരി മാത്രം അടർത്തിയെടുത്തുകൊണ്ട് അതാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ? മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നതിന് അതിന് ഏത് അറ്റം നിന്നുകൊണ്ട് നമുക്ക് പ്രതിരോധിച്ചേ പറ്റുള്ളൂ. അതൊരു രാഷ്ട്ര സ്നേഹികളുടെ കടമയാണ്, കർത്തവ്യമാണ്. അതെ, ഇത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒരു കേവലം 30 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗം എടുത്തിട്ട് അതിനെ വിവാദമാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ നരേറ്റീവുകൾ സൃഷ്ടിക്കാനും ആഖ്യാനങ്ങൾ സൃഷ്ടിക്കാനും അത് വിവാദമാക്കാനും അത് മാധ്യമങ്ങളെ ഉപയോഗിച്ച് അതിനെ വലിയ തോതിൽ പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമം വളരെ നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പം തെളിവ് സഹിതം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫട്നാവിസ് തന്നെ പറഞ്ഞിരിക്കുന്നു, 114 കോടി രൂപ വന്നിട്ടുണ്ട്, ഇത് ഇങ്ങനെയാണ്. അതുപോലെ നേപ്പാളിൽ യോഗം ചേർന്നു, കാഠ്മണ്ഡുവിൽ യോഗം ചേർന്നു. അത് EVM-നെതിരായ സമരം ശക്തിപ്പെടുത്താനും പ്രചാരണങ്ങൾ ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ടൊക്കെയാണ്. എന്തായാലും ഇന്ത്യ ഗവൺമെന്റിന്റെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ പതിയട്ടെ, കൃത്യമായ അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ. തീർച്ചയായിട്ടും കുറ്റവാളികൾ പ്രധാനമായിട്ട് നമ്മുടെ BJP സർക്കാർ രാഷ്ട്രത്തിനും അവർക്ക് പല വിധത്തിലുള്ള പോരായ്മകളുണ്ട്, ഇല്ലെന്നൊന്നും നമുക്ക് പറയാം. ആ പോരായ്മകൾ ഉണ്ടെങ്കിലും അവർ ഈ രാഷ്ട്രത്തിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതെ, പ്രതിപക്ഷത്തിന് ആ ഒരു മെസ്സേജ് നൽകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ പരാജയം എന്ന് പറയുന്നത്.